വാർത്തയിലേക്ക്. കാവശ്ശേരി വടക്കേനട തോണിപ്പാടം പാതയിൽ ഗായത്രി പുഴയ്ക്ക് കുറുകെയുള്ള പത്തനാപുരം പാലത്തിന് ശാപമോക്ഷമാകുന്നു. പാലം പുതുക്കി പണിയാൻ നടപടിയായി. 8,65 ലക്ഷം രൂപയ്ക്ക് പുതുക്കിയ ഭരണാനുമതി ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് ഊരാളുങ്കൽ സൊസൈറ്റി നിർമ്മാണ പ്രവർത്തനത്തിനായി സർക്കാരുമായി ഒപ്പുവെച്ചു. മാർച്ച് മാസത്തോടെ പുതിയ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് PP സുമോദ് MLA പറഞ്ഞു. 8,65 ലക്ഷം രൂപയ്ക്ക് പുതുക്കിയ ഭരണാനുമതി ടെൻഡർ നടപടികളെല്ലാം പൂർത്തീകരിച്ച് ഊരാളുങ്കൽ സൊസൈറ്റി നിർമ്മാണ പ്രവർത്തനത്തിനു വേണ്ടി ഗവൺമെൻറ്റുമായി ഒപ്പുവെച്ചിട്ടുണ്ട്. മാർച്ച് മാസത്തോടുകൂടി പുതുക്കിയ പാലത്തിൻ്റെ അല്ലെങ്കിൽ വരാൻ വേണ്ടി പോകുന്ന പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഏറെ കാലത്തെ ജനങ്ങളുടെ ആവശ്യമാണ്. തീർച്ചയായും പുത്തനൂർ, തരൂർ ഉൾപ്പെടെയുള്ള ഈ ഭാഗത്തേക്ക് തിരിയുമ്പോൾ കാവശ്ശേരി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലേക്കുള്ള പ്രധാനപ്പെട്ട ഒരു പാലം വർഷങ്ങളായി കാലപ്പഴക്കത്തിൻ്റെ ഭാഗമായി വല്ലാത്ത രൂപത്തിലേക്കുള്ള ബലക്ഷയം സംഭവിച്ച പാലം ആധുനികമായ രൂപത്തിൽ 2 വാഹനങ്ങൾക്ക് യഥേഷ്ടം കടന്നു പോകാൻ സാധിക്കുന്ന, ഏത് പ്രളയത്തെയും മഴക്കാലത്തെയും അതിജീവിക്കാൻ സാധിക്കുന്ന മനോഹരമായ പാലമായി 1.5 വർഷത്തിനുള്ളിൽ പണി പൂർത്തീകരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 2 വാഹനങ്ങൾക്ക് ഒരേ സമയം ഇരുവശത്തേക്കും കടന്നുപോകാൻ കഴിയും വിധമാകും നിർമ്മാണം. പ്രളയത്തെയും മഴക്കാലത്തെയും അതിജീവിക്കാൻ കഴിവുള്ള പാലമായി 1.5 വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കുമെന്നും MLA പറഞ്ഞു. അരനൂറ്റാണ്ടോളം പഴക്കമുള്ള പാലത്തിന്റെ അടിത്തറയിലെ കോൺക്രീറ്റ് ഇളകി അടർന്നിട്ട് വർഷങ്ങളായി. 2 പ്രളയകാലങ്ങളിലായി കൈവരികളും തകർന്നു. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കാൽനടയാത്രക്കാരും സ്കൂൾ ബസ്സുകളടക്കം നിരവധി വാഹനങ്ങളും ഇതിലൂടെ കടന്നുപോകുന്നുണ്ട്. മുൻകാലങ്ങളിൽ നടന്ന മണൽ കൊള്ളയാണ് പാലത്തിന്റെ അടിത്തറ ഇളകാൻ കാരണം. തൂണുകൾ ഉറപ്പിച്ചിരിക്കുന്ന മണ്ണിനടിയിലായിരുന്ന കോൺക്രീറ്റ് കോളം പുഴയിൽ വെള്ളം താഴുമ്പോൾ പുറത്തു കാണാം. വലിയ വാഹനങ്ങൾ പോകുമ്പോൾ പാലം കുലുങ്ങും. പൊതുമരാമത്ത് വിഭാഗം മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചിരുന്നെങ്കിലും പിന്നീട് അവ അപ്രത്യക്ഷമായി. കരിങ്കൽ കോറികളിൽ നിന്ന് 50 ടണ്ണിലധികം ഭാരവുമായി വരുന്ന നിരവധി ടോറസ് ലോറികൾ രാപ്പകൽ പോകുന്നതും പാലത്തിന്റെ ബലക്ഷയത്തിന് കാരണമായി. കാവശ്ശേരി പരക്കാട്ടുകാവ് വടക്കേനടയിൽ നിന്ന് മലയോര കാർഷിക മേഖലയായ തോണിപ്പാടം പ്രദേശത്തേക്കുള്ള പ്രധാന പാത കടന്നുപോകുന്നത് പത്തനാപുരം പാലത്തിലൂടെയാണ്. പാലത്തിന്റെ ഇരുകരയും കാവശ്ശേരി ഗ്രാമപഞ്ചായത്തിലാണെങ്കിലും തരൂർ, കുത്തനൂർ ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തുള്ളവരാണ് പ്രധാനമായും ഇതുവഴിയുള്ള യാത്രക്കാർ. UTV ന്യൂസ്, പാലക്കാട്.